എന്തിനാണ് നമ്മൾ കാർബൺ ക്ലീനുകൾ വണ്ടികൾ ചെയ്യണമെന്ന് ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്യാം. ഇപ്പം നമ്മൾ നമ്മുടെ പുറത്തൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് നടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, നടക്കാനോ ഓടാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അത്രയും വെയിറ്റ് വരുമല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചു വെയിറ്റ് വന്നു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ വാൽവുകളുടെ മുകളിലൊക്കെ കാർബൺ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഈ വാൽവുകളൊക്കെ വർക്ക് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വെയിറ്റ് വരുന്ന പോലെ തന്നെ ഇവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വാൽവിന്റെ വർക്കുകളൊന്നും കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് പോകേണ്ട ഗ്യാസുകളും എയറുകളും ഒന്ന് കൃത്യമായിട്ട് ഓപ്പണായിട്ട് പോകാതിരിക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു മൂക്ക് അടഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 5 കിലോമീറ്റർ നടക്കുന്നതും നമ്മൾ മൂക്കടയാതെ ഫ്രീ ആയിട്ട് ശ്വാസം വലിക്കുന്ന സമയം നമുക്ക് 5 എന്നുള്ളത് ഒരു 10 കിലോമീറ്റർ നമുക്ക് നടക്കാൻ പറ്റിയെന്ന് വരും. എന്ന് പറഞ്ഞ പോലെ ഇൻടേക്ക് എടുക്കുന്ന എയറിന്റെ ഏരിയാസിൽ ഇപ്പൊ നമ്മളുണ്ടോ, അത് ഇൻടേക്ക് മാനിഫോൾഡ് ആണ്. അപ്പൊ ഈ ഇൻടേക്ക് എടുക്കുന്ന എയറിന്റെ ഏരിയാസിലൊക്കെ ഈ കാർബൺ കയറി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എയർ അകത്തോട്ട് പോകില്ല. അകത്തോട്ട് പോകാതിരിക്കുമ്പോഴാണ് നമുക്ക് വണ്ടിക്ക് പെർഫോമൻസ് കുഴപ്പങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ശ്വാസം എത്രയാണെന്നുള്ള അളവ് നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്താൽ മാത്രമാണ്, ബ്രെയിനിലോട്ട് സെൻസിങ് കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ശ്വാസം എടുക്കുന്ന നിർത്തി നമ്മൾ വിടാൻ ട്രൈ ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഓരോ സെൻസേഴ്സ് ഒക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഈ സെൻസേഴ്സിന് സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ, കാർബൺ കയറി അടഞ്ഞു കഴിഞ്ഞ് കറക്റ്റായിട്ടുള്ള സെൻസിങ് നമ്മുടെ തലച്ചോറ് പോലെ തന്നെ ECMന് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അകത്തോട്ട് എടുക്കുന്ന എയറിന്റെ അളവ് എത്രയാണെന്നോ അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്ന ഗ്യാസിന്റെ അളവ് എത്രയാണെന്നൊന്നും ECMന് സിഗ്നൽ കിട്ടില്ല. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ ഓസ് കൂട്ടിപ്പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പല വണ്ടികളിലും വരാറില്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസ്, അതായത് നമ്മൾ 2-3 ദിവസമൊക്കെ ബാത്റൂമിലൊക്കെ പോകാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്തായാലും അസുഖങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ വണ്ടികളിലെ എക്സോസ്റ്റ് പോയില്ല എന്നുണ്ടെങ്കിലും ഇതേപോലെ നമുക്കുണ്ടാവുന്ന പോലെ തന്നെ പല പ്രശ്നങ്ങളും വണ്ടിക്ക് ഉണ്ടാവും. എക്സോസ്റ്റ് കൃത്യമായിട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ എക്സോസ്റ്റ് പോകുന്ന ഏരിയാസിലെ സെൻസേഴ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോകുന്ന ഗ്യാസ് കറക്റ്റായിട്ട് പോകില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും വണ്ടിക്ക് സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആകാൻ വേണ്ടിയാണ് നമ്മൾ വണ്ടികളെ കാർബൺ ക്ലീൻ ചെയ്യുന്നത്. അതായത് കൃത്യമായിട്ട് ശ്വാസം അകത്തോട്ട് പോകാനും പോകുന്ന ശ്വാസം കൃത്യമായിട്ട് പുറത്തോട്ട് പോകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഏരിയാസിലൊക്കെ കാർബൺ കയറി തിങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ അയച്ച് കാർബൺ ക്ലീൻ ചെയ്യണത് കേട്ടോ. ഇതൊന്നും ക്ലീൻ ചെയ്തില്ലെങ്കിലും വണ്ടി ഓടും. ഇപ്പൊ നമ്മൾ നല്ല രീതിക്ക് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ, ചെയിൻ സ്മോക്കേഴ്സ്, കുറെ കാലങ്ങളായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ചെറിയ രീതിയിലുള്ള പഴയ പോലത്തെ സ്റ്റാമിന ഒന്നും ഉണ്ടാവണമെന്നില്ല. അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വണ്ടികളിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വല പണിയായിരിക്കും. ഇപ്പോൾ നല്ല രീതിക്ക് സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ മറ്റേ ശരീരത്തിൽ ഓക്സിജൻ അളവ് കുറവാണ്, ആന ചേർന്ന് ഒരുപാട് കംപ്ലയിൻസ് ആയിരിക്കും ആ ശരീരത്തിന് മൊത്തം. എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും വണ്ടിക്കും അതേപോലെ തന്നെയാണ്. നമ്മളൊരു കംപ്ലയിന്റ് പറഞ്ഞ് കയറ്റി കഴിയുമ്പോൾ പിന്നെ വാലക്ക് വരെ കംപ്ലയിൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിഗരറ്റ് വലിക്ക് നിർത്തുന്ന പോലെ തന്നെയാണ് നമ്മൾ വണ്ടികൾ ഇടയ്ക്ക് കാർബൺ ക്ലീൻ ചെയ്യണത് നല്ലതെന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. നിങ്ങൾ ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ഡീസൽ വണ്ടികൾക്കാണ് കാർബൺ ക്ലീനിങ്ങിന്റെ ആവശ്യം. പെട്രോൾ വണ്ടിക്ക് കാർബൺ ക്ലീനിങ്ങിന്റെ ആവശ്യം അത്രയ്ക്ക് വരുന്നില്ല കേട്ടോ. ഈ നമ്മുടെ ഡീസൽ ചെയ്യണ പോലെ അത്രയ്ക്കും എഫക്റ്റീവായിട്ടൊന്നും പെട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡീസൽ വണ്ടികൾക്കാണ് കാർബൺ കൂടുതൽ. അപ്പോൾ ആരും പെട്രോൾ വണ്ടി ഉള്ളവരൊന്നും കൂടുതലായിട്ട് പോയിട്ട് കാശ് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടോ, പറ്റുമെന്നതിനൊക്കെ റീപ്ലൈ തരാം. മനസ്സിലായെന്നുള്ള ആൾക്കാരും കമന്റ് ഇട്ടോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.